ജോയിൻ ചെയ്തതിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഒഫീഷ്യലായിട്ട് അറിയിക്കുക. പതിനഞ്ചാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ്. ഫെബ്രുവരി മാസം 5-ാം തീയതി പാസാക്കിയ ബഡ്ജറ്റിൻ്റെ മുകളിൽ ഡിമാൻഡ് ചർച്ച ചെയ്യാനും പാസ്സാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത്. ഇത് ബജറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റിക്ക് തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ്. ആകെ 28 ദിവസമാണ് സഭ ചേരുന്നത്. ജൂൺ 11 മുതൽ ജൂലൈ 8 വരെ 13 ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥന ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് നീക്കിവച്ചിട്ടുള്ളത്. സമ്മേളന കാലയളവിൽ 5 ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവച്ചിട്ടുണ്ട്. 8 ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 2024-25 വർഷത്തെ ബജറ്റിനെ സംബന്ധിച്ച് ഉപധന അഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ ദിവസം, അതായത് മൺഡേ ജൂൺ 10-ാം തീയതി രാവിലെ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ഒരല്പസമയം സഭ നിർത്തിവെക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, 15ാമത് കേരളയുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ്. ഇത് ഇത്രയും ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 3 വർഷം പൂർത്തിയായി. അതുകൊണ്ട് ഫോട്ടോ സെഷൻ ജൂൺ മാസം 10-ാം തീയതിയാണ്. ആഫ്റ്റർ ക്വസ്റ്റ്യൻ സെഷനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് തന്നെ 2024 കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, 2024 കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ ഇത് അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്കയക്കും. ആ ദിവസം ഇതിനു വേണ്ടിയിട്ട് നീക്കിവെച്ചിട്ടുള്ളത്. മറ്റ് ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ സെഷന്റെ ഇടയിൽ ജൂൺ 13, 14, 15 തീയതികളിലാണ് ലോക കേരള സഭയുടെ 4ാം സമ്മേളനവും നമ്മുടെ ശങ്കരനാരായണ തമ്പി ലോഞ്ചിൽ വെച്ച് നടക്കുന്നത്. ജൂലൈ 25-ന് 15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതാണ്ട് വ്യക്തതയുണ്ടാകുന്നാലും ഒഫീഷ്യലായി നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കമ്മിറ്റി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, വളരെ സീരിയസ് ആയ ഇൻട്രോസ്പെക്ഷൻ നമ്മളെല്ലാം നടത്തുന്ന കാര്യമാണ്. കാരണം ഫ്രൈഡേ പലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രസൻസും ഇല്ല, ആളുകൾ ആബ്സെൻ്റ് ആവുകയും ചെയ്തിട്ട് അത് കക്ഷി നേതാക്കളോടൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബില്ല് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോടും എന്നെ സൂചിപ്പിക്കാം. ഫ്ലോറിലേക്ക് വന്നല്ലോ, ഫ്ലോറിൽ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഏതായാലും വളരെ സംവാദങ്ങൾക്കും ക്ലോസ് പരിശോധനക്കും തിങ്കളാഴ്ച തന്നെ ഏറ്റവും അതിൻ്റെ സീരിയസ്നെസ് പരിഗണിച്ചുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച തന്നെ ഫ്ലോറിൽ വരുന്നത്. അതിൻ്റെ ചെയർമാൻ സ്പീക്കറാണ്. CMO ആണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. നോർക്ക റൂട്ടാണ് നടത്തുന്നത്. നോർക്ക റൂട്ട്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്ന അവരാണ്. നിയമസഭയുടെ സ്പീക്കർ അതിൻ്റെ അധ്യക്ഷനാണ്. ലോകന് പങ്കെടുക്കണം എന്നാണ് പൊതുവിൽ ചെയർ എന്ന നിലക്ക്, സ്പീക്കർ എന്ന നിലക്ക് എൻ്റെ അഭ്യർത്ഥന. ബാക്കി ഇപ്പോൾ ഓരോ മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇല്ല 13, 14, 15 സഭയില്ല. അല്ല, അത് പൂർണ്ണമായും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടതാണ്. അതാണ് നമ്മൾ സ്പീക്കർ നിലക്ക് റൂളിംഗ് കൊടുത്തത്.
ആ റൂളിംഗ് പാലിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിമാർക്കുണ്ട്. ഏതായാലും ആരോഗ്യകരമായ രീതിയിലേക്ക് സഭ കൊണ്ടുപോകാൻ മന്ത്രിമാരുൾപ്പെടെ ഗവൺമെൻറ് പാർട്ടി സഹകരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ എടുത്ത് പോകാം നമുക്ക്. നാച്ചുറലി ഒരു 10 ദിവസം നിൽക്കാം. ജൂൺ 17 രാജിവെക്കേണ്ടതുള്ളൂ. രാജിവെക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അതും അവരുടെ പവറാണ്, ഡിസ്ക്രിഷണറി പവറാണ്. 17 മാത്രമേ സഭയിൽ നിന്ന് ഒഴിയേണ്ടതുള്ളൂ. എങ്ങനെ? ജൂൺ 17 എവിടെ നിൽക്കണോ അങ്ങ് പോകണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അല്ല, അതിലും മുമ്പ് ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സല്ലേ. സ്വാഭാവികമായും ജയിച്ചവർ പോകും, പുതിയ ആളുകൾ വരും. ഇനി ജയിച്ചവർ പോകണ്ടെന്ന് അവരുടെ മുന്നണി തീരുമാനിച്ചാൽ അവർ പോകില്ല. മിനിസ്റ്റർ ആദ്യമായിട്ട് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത്. പാർലമെന്ററി അഫയേഴ്സിൻ്റെ അത് നോക്കേണ്ടി വരും. സമ്മേളനം ചെയ്തും അദ്ദേഹം ഉണ്ടല്ലോ. 10-ാം തീയതി അദ്ദേഹം ജൂൺ 17 രാജിവെക്കേണ്ടത്. ജൂൺ 17 അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ജൂൺ 10 സഭ ചെയ്തും അദ്ദേഹം ഈസ് പ്രസന്റ്. അതിപ്പം പറയാൻ കഴിയില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ 13/6 സ്ക്രൂട്ടിനി 14 വിഡ്രോവൽ 18 25 ഇലക്ഷൻ. സഭ നടക്കാറുണ്ടല്ലോ, അത് ആ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളല്ല ഞാൻ. സ്വാഭാവികമായും പത്രവും ടി വിയൊക്കെ കാണുന്നുണ്ട്, റിസൾട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. സ്പീക്കറും ഗുഹയിലൊന്നും പോയിരിക്കുന്ന ആളല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അറിയും. ഭൂരിപക്ഷത്തിൽ കുറവുണ്ട്, ടോട്ടൽ വോട്ടിലും കുറവുണ്ട്. അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിനെതിരെ ഒരു വരുമ്പോൾ സ്വാഭാവികം സ്പീക്കറുടെ മണ്ഡലത്തിൽ മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. പതിനെട്ട് 1-1 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിപ്ലിക്ക അതന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട മുന്നണികൾ ചർച്ച ചെയ്യും. ഞാൻ 2 വർഷത്തില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഒന്നുമില്ലല്ലോ. ഓക്കെ.